ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫ ഒരുക്കിയ വാത്സല്യം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൃഷ്ടികളിൽ ഒന്നാണ്. ഈ സിനിമയെക്കുറിച്ച് എന്നും കൊച്ചിൻ ഹനീഫ അഭിമാനം കൊണ്ടിരുന്നു. ഒരു സിനിമ കൂടി ലോഹിയുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്യാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ലോഹിതദാസിനെ മരണം കവർന്നത്. പിന്നീട് ഹനീഫയും മരണത്തിന് കീഴടങ്ങി. എന്നാൽ ഇരുവരും സൃഷ്ടിച്ച വാത്സല്യം എന്ന സിനിമ അനശ്വരമായി നിൽക്കുന്നു. വാത്സല്യത്തിന്റെ ചിത്രീകരണത്തിനിടെ നടന്ന രസകരമായ ഒരു സംഭവം അന്ന് അവിടെയുണ്ടായിരുന്ന പലരും ഓർക്കുന്നുണ്ട്. ലോഹിതദാസ് തിരക്കഥ പൂർത്തിയാക്കിയിട്ടില്ല. ചിത്രീകരണത്തിനൊപ്പം അടുത്ത ഒരു ലോഡ്ജിലിരുന്ന് ലോഹി തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ലൊക്കേഷനിൽ കൊച്ചിൻ ഹനീഫ താരങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ലോഹിതദാസ് കടന്നു വരികയാണ്. കയ്യിൽ പൂർത്തിയാക്കിയ തിരക്കഥ അടങ്ങിയ കടലാസ് കിട്ടും. അത് ഉയർത്തിപ്പിടിച്ചാണ് വരവ്. ഒപ്പം ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്: കൊച്ചിൻ ഹനീഫ നേതാവെ, ധീരതയോടെ നയിച്ചോളൂ. വീട് ഉപേക്ഷിച്ചു പോയ ജ്യേഷ്ഠനെ അനുജൻ കാണാൻ വരുന്നതായിരുന്നു വാത്സല്യത്തിന്റെ ക്ലൈമാക്സ്. അത്രയും ലളിതമായ ഒരു ക്ലൈമാക്സ് എഴുതാനും അത് മലയാളത്തിലെ വലിയ ഹിറ്റുകളിൽ ഒന്നാക്കി മാറ്റാനും ഒരു ലോഹിതദാസിന് മാത്രമേ കഴിയൂ. മലയാളികളുടെ നെഞ്ചിലെ നീറുന്ന ഒരു ഓർമ്മയാണ് മേലെടുത്ത് രാഘവൻ നായർ സ്നേഹത്തിന്റെ കൊണ്ടിളക്കമുള്ള പ്രതീകവും. കേരളത്തിലെ തിയേറ്ററുകളിൽ വാത്സല്യം 250 ദിവസത്തിലേറെ ഓടി. ഒരു മികച്ച കഥയുടെ ഗംഭീരമായ ചിത്രീകരണമായിരുന്നു ആ സിനിമ. മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ, ഒന്നാന്തരം ഗാനങ്ങൾ എല്ലാം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. SP വെങ്കടേഷ് ആയിരുന്നു സംഗീതം. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി വാത്സല്യം. വാത്സല്യത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മമ്മൂട്ടിക്ക് ലഭിക്കുകയുണ്ടായി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.